പാതിരായ്ക്ക് കുളിക്കാൻ ചെല്ലാം. പാതിരായിക്കോ? പാതിരായോ? പിന്നെ പാതിരായ്ക്ക് ഇപ്പൊ പാതിരായൊന്നും അല്ല. പിന്നെ രാവിലെ ഓടി ഇറങ്ങും. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇതല്ലേ നിൽക്കുന്നേ. പിന്നെ വേറെ ആരെയാ വേണ്ടേ? വേറെ ആരൊക്കെയാ വേണ്ടേ? ഒരാളവിടെ കിടപ്പില്ലേ? പള്ളിയിൽ പോയില്ലേ? ഒരു പള്ളിയിൽ പോയിരിക്കേ. വിവാനും ചുമകളും പള്ളിയിൽ പോയപ്പോ കാരണവരായിട്ടിപ്പോ ഞാനേ ഉള്ളൂ. പോരെ? അതിനാ അപ്പനെ ഇല്ല, അമ്മയല്ലേ നിൽക്കുന്നേ. അമ്മയിലേ ഇവിടെ നിൽക്കുന്നേ. ഞാനാ നേരത്തെ ആയിട്ടെ. ബന്ധമില്ലല്ലേ. അപ്പോൾ കിടന്നോ, നേരം വിളിത്തില്ല. എന്നാ പത്രം എടുക്കാൻ പോകണോ? പത്രം എടുക്കാൻ പോകണോ? പിന്നെ രാവിലെ ഇറങ്ങി നിൽക്കുന്നേ. നേരം വെളുത്തല്ലേ ഉള്ളൂ. എന്നാ കസേര ഇരിക്കേ. ആരാ? അവർ പള്ളിയിൽ പോയേക്കല്ലേ? പള്ളിയിൽ പോയതാ. ചെറിയും വരും. കുർബാന കാണാൻ പോയതാ. ശ്രീവാരം പള്ളിയില്. അമ്മ കസേര ഇരുന്നോ? അവിടെ ഇരുന്നോ? എന്നാ കസേരയിൽ ഇരുന്നോളാൻ. കസേരയിൽ ഇരുന്നോളാനേ അവർ വരുന്ന നോക്കി. പോകണോ? ആ കയറി പോകോ. അമ്മയില്ല, അപ്പനും ആരുമില്ല, ആരുമില്ല. ഇതുക്കളൊക്കെ എവിടെ പോയി? അവരെല്ലാം ഓരോ വഴിക്ക് പോയി. ഓരോരോ വഴിക്ക് പോയെന്നേ. ജോലിക്കോ? ജോലിക്ക് ഓരോ വഴിക്കൊക്കെ പോയി. നേരം വെളുത്ത് വന്നോളൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ജോലിക്കൊന്നും പോയതാണോ? പിന്നെ അവിടെ പോയാ വേറെ കൊല്ലയിലേക്ക് പോയാൽ പള്ളിയിൽ പോയി. ഇപ്പോൾ ഉള്ളതിനൊക്കെ വിവരമാണ്. അത് ശരിയാ. പള്ളിയിൽ പോയി. ബാക്കിയുള്ളവരൊക്കെ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയി. ബാക്കിയുള്ളവരൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പോയെന്നേ. ദൈവത്തിൻ്റെ അടുത്ത്. മരിച്ചു പോയോ? ആര് മരിച്ചു പോയി? അപ്പന്മാരും കാരണന്മാരൊക്കെ. അത് പാല് മേടിച്ചിട്ട് പോണവരല്ലേ? എവിടെ? ഇവിടെ പിന്നെ നമ്മളല്ലേ താമസിക്കുന്നേ. അല്ല, പിന്നെ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. പത്രം വന്നു. പേപ്പർ എടുക്കാൻ പോകുന്നുണ്ടോ? ശരിയല്ലേ? ചേട്ടാ നടക്ക, എക്സർസൈസ് ആകട്ടെ. ഏയ്, നാട് വിട്ട് എങ്ങോട്ട് പോകാനാ? രാജ്യത്തേക്ക്. ഏയ്, പിന്നെ ഇവിടെ അവര് പള്ളിയിൽ പോയതെന്നേ. ജോമോളും വിവാനും കൂടെ പള്ളിയിൽ പോയതല്ലേ? ജോമോളും വിവാനും കൂടെ പള്ളിയിൽ പോയതാന്നേ. ജോമോളും വിവാനും. ജോമോളുണ്ടോ? പിന്നെ ആരാ? വിവാൻ. ഇവരേ ഉള്ളോ? അവരേ ഉള്ളൂ. പിന്നെ നമ്മളല്ലേ ഉള്ളൂ. അമ്മയുണ്ടോ? അമ്മ എലിക്കുട്ടിയമ്മയുണ്ട്. നാത്തൂന്മാരില്ലേ? നാത്തൂന്മാരൊന്നുമില്ല. നാത്തൂന്മാരൊക്കെ കെട്ടിച്ചു വിട്ടാലേ. പിന്നെ ഇങ്ങനെ നാത്തൂന്മാര് കാണും. അപ്പനില്ല, അപ്പനൊക്കെ പോയി. അമ്മയ്ക്ക് പ്രായമായില്ലേ? പിന്നെ അമ്മയ്ക്ക് പ്രായമായി. എത്ര വർഷമായി എന്നാ ഇവിടെ ജീവിതം തുടങ്ങിയിട്ട്? ഇവിടെ ജീവിതം തുടങ്ങിയിട്ട് വർഷം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ജീവിക്കുന്നതാ. അമ്മയിലെ മുമ്പ് ഇരിക്കുന്നേ. അമ്മയും മുമ്പിൽ നിൽക്കുന്നേ. ഇതാ അമ്മ. വേറെ അമ്മമാരൊക്കെ പ്രായമായി പോയില്ലേ? അവരൊക്കെ പോയില്ലേ? പിന്നെ ഉണ്ടായിരുന്ന വല്യമ്മയിലേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബമായിട്ട് നമ്മൾ താമസിക്കണം. എലിക്കുട്ടിയും ജോമോനും വിവാനും ജോമോളും വിവീനെയൊക്കെ. പിന്നെ അന്തം ബന്ധമൊക്കെ അതൊക്കെയാണ്. കൃഷി പറമ്പിൽ പോത നട്ടാക്കുമല്ലേ?
പശുവിനുള്ള തീറ്റ നട്ടേക്കുമല്ലേ? അമ്മ എന്ത്? അമ്മയിലേ നിൽക്കുന്നേ. അമ്മയ്ക്ക് നടക്കാവോ? പിന്നെ അമ്മയ്ക്ക് നടക്കാം. അമ്മ ഏറ്റു നിൽക്കൂലേ ഇപ്പം? ആ കൊട്ടണതിനകത്തിനാ, കൊട്ടുന്നതിനകത്തിനാ. ഞാൻ പോയി ഇച്ചിരി പാല് മേടിച്ചോണ്ട് വരട്ടെ. പാല് മേടിച്ചോണ്ട് വരട്ടെ. പാലില്ലേ ഇവിടെ? ആ ഇവിടുത്തെ തീർന്നു. സ്റ്റോറിൽ നിന്ന് മേടിക്കണം. ആ വണ്ടി ചാർജ് കുത്തിയിട്ടിരിക്കുന്നു. ആ അതുകൊണ്ടെന്നാ ചായ അനത്തണ. അത് 1 മാസമായല്ലോ. 1 മാസമായല്ലോ. 1 മാസം. ആ പശു ഇല്ല. പശു ചെനയായിട്ടിരിക്കുമല്ലേ? തീർന്നു. ആ കറവ് തീർന്നു, ചെനയായി. 5 മാസം 6 മാസമായില്ലേ? ഇത് കറക്കാൻ പറ്റുമോ? ആ കടന്നോ പോയി. രാവിലെ ഏറ്റതല്ലേ, ഒരു പോയ പുറകെ ഏറ്റതാ. ഒരു പള്ളിയിൽ പോയ പുറകെ ചാടിയേറ്റ് പോകുന്ന ആളെ കട്ടിലെ കാണാതെ വന്നപ്പം. ആ അന്നേരം കാണാൻ വന്നില്ല, കാണണ്ട. ചാച്ചനില്ല, ചാച്ചൻ തേണ്ടിരിക്കുന്നു. ആ ആര് പറഞ്ഞു? ഇല്ലല്ലോ, അത് കൊച്ചു കിടന്ന് അത് ഏറ്റുപോയി. അത് പള്ളിയിൽ പോയെന്നേ. കൊച്ചു പള്ളിയിൽ പോയി. കാരണന്മാരില്ലാതെ ഈ കുഞ്ഞുങ്ങളെ തന്നെ ഇവിടെ ഇട്ടിട്ടു. കുഞ്ഞുങ്ങളിവിടെ ഇല്ലല്ലോ. കാരണന്മാരല്ലേ ഇവിടെ നിൽക്കുന്നേ. ഇത് മുമ്പിൽ നിൽക്കുന്ന ഒരു കാരണവത്തി എന്നെ ആക്കിയാച്ചാ പോയെ. ആ അതിനാ എല്ലാം നോക്കിക്കൊണ്ടിരുന്ന അയൽക്കുട്ടിയില്ലേ? ഒരു പാത്രത്തിൽ ചൂടും ഇല്ല, ഒന്നുമില്ല, വെള്ളമൊക്കെ അല്ലേ എല്ലാ പാത്രത്തിലും ഇട്ടുകൊണ്ട് മനുഷ്യന് കുടിക്കാനും പറ്റി. രാവിലെ വെള്ളം കുടിക്കുന്നുണ്ടോ? പിന്നെ കോലക്കളിക്കാണോ? ഒരു കെട്ടിക്കെട്ട് വന്ന് പെണ്ണുങ്ങളില്ല. കെട്ടിക്കൊണ്ടാകുന്ന പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടെന്നേ. എന്നിട്ട് എന്ത് പള്ളിയിൽ പോയേക്കോന്നേ. പള്ളിയിൽ പോയേക്കോ? പള്ളിയിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഏതാ? അവിടെ ആരാ താമസിക്കുന്നത്? അവിടെ ആരാ? അമ്മയുടെ മകൻ. അമ്മയുടെ മകൻ. അമ്മയുടെ മകനല്ലേ താമസിക്കുന്നേ? ആണോ? അവൻ്റെ പേരെന്നാ? അവൻ്റെ പേരെന്നാ? അമ്മ ഓർത്ത് നോക്കി. ഞാൻ മറന്നുപോയി. സാബു അല്ലേ അവിടെ താമസിക്കുന്നത്? സാബോ? സാബുവിൻ്റെ മൂത്തത് രണ്ടാമത്തെ. അതിൻ്റെ കെട്ടികളും ഉണ്ടോ? പിന്നെ കെട്ടികളും പിള്ളേരും എല്ലാം അവിടെ ഇല്ലേ? അവന് ജോലിയുണ്ടോ? അവന് ജോലിയുണ്ട്. അവര് വേണ്ടിയല്ലേ? അവക്കോ? അവള് കാരത്താസി. കാരത്താസില നേഴ്സിലാ? പിള്ളേരെത്രയുണ്ട്? അമ്മയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞേ. അമ്മയല്ലേ അവരെ നോക്കിക്കൊണ്ടിരുന്ന എന്ന് പറഞ്ഞേ എത്ര പേരുണ്ടെന്ന്? അവര് നോക്കിക്കൊണ്ടിരുന്ന അമ്മയല്ലേ എന്ന് പറഞ്ഞേ എത്ര പേരുണ്ടെന്ന്? നോക്കിക്കൊണ്ടിരുന്നോ പിള്ളേരെയോ? ഓർത്ത് നോക്കി എത്ര പേരുണ്ടെന്ന്. ഞാനാണല്ലേ? അവര് ജോലിക്കും പോവാ? അവര് ജോലിക്ക് പോവും. അവരുടെ ജോലിയൊക്കെ തീർന്നോ? ഇല്ല, തീർന്നൊന്നുമില്ല. അവർക്ക് എത്ര പിള്ളേരുണ്ട്? അവർക്ക് 2 പിള്ളേര്. ഒരാൾക്കാ? ഒരാൾക്കാണ് 2? 2 പേർക്കും കൂടെ. കണ്ടില്ല, വലയല്ലേ എടുത്ത് മാറ്റി? വലയൊന്നും മാറ്റിയില്ലല്ലോ. വില കിടപ്പില്ലല്ലോ. അവിടെ ഉണ്ട്. ഇല്ല, അത് കിടപ്പുണ്ടെന്നേ. കിടപ്പുണ്ട്, അത് പുറത്തായിട്ടാണ് കിടക്കണം. അത് തോന്നണതാ. തണുപ്പോ? ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല. നേരം വെളുത്തപ്പോഴേ ആരാമ വരുന്നേ? നേരം വെളുത്തപ്പോഴേ ആരാ വരുന്നേ? ചായ കുടിച്ചോ? നേരം വെളുത്തപ്പോഴേ ആരാ വരുന്നേ? നേരം വെളുത്തപ്പോഴേ നേരം വെളുത്തിട്ട് എത്തുന്ന സമയമായി. എവിടുന്ന്? നേരം വെളുത്തതല്ലേ ഉള്ളൂ. എൻ്റെ തന്നെ ഇവിടുത്തെ ഉള്ള കാരണവരിപ്പോൾ ഞാനേ ഉള്ളൂ ഇവിടെ കാരണവരായിട്ട്. ഇവിടെ കാരണവരായിട്ട് ഇപ്പം ഞാനേ ഉള്ളന്നേ. പിന്നെ മറ്റുള്ളവരൊക്കെ എന്ത്? മറ്റുള്ളവരൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ?
ഒരാൾ അപ്പുറം താമസിക്കുന്നു, വേറെ കാരണം ഒരു ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു. ഏത് വഴിക്ക് പോയി? അവരെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പം. അപ്പനും അമ്മയ്ക്കോ? അപ്പനൊക്കെ പോയി, അമ്മ ഇവിടെയുണ്ട്. അമ്മയ്ക്ക് നടക്കാവോ? പിന്നെ അമ്മയ്ക്ക് നടക്കാം. അമ്മയിലേ നിൽക്കുന്നേ, മുമ്പിൽ നിൽക്കുന്നതാണ് അമ്മ. എവിടെ ഇത് എവിടെ ഇരിക്കും? ഈ നിൽക്കുന്നത്, നടക്കുന്നത് എവിടെയെങ്കിലും ഈ നടക്കുന്നതാണ് അമ്മ. ഈ വർത്തമാനം പറയുന്നില്ലേ, എന്നോട് വർത്തമാനം പറയുന്നില്ലേ, അതാണ് അമ്മ. എപ്പം? ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് വർത്താനം പറയാവോ? പിന്നെ അമ്മയ്ക്ക് വർത്തമാനം പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ മിണ്ടാട്ടെ. അമ്മയിലെ വർത്തമാനം പറയണേ, അമ്മയിലെ എവിടെ നിന്ന് വർത്തമാനം പറയണേ. എവിടെയാ ഇത് ഈ നിൽക്കുന്നേ, എവിടെ? ഇത് ഈ നിൽക്കുന്ന ഇത്. ഞാനല്ല. പിന്നെ ഏതാ? ഇവിടെ അതേ അമ്മയായിട്ടുള്ളൂ. പുറത്താ. പുറത്താണോ? എൻ്റെ വീട് വേറെയാ. ആര് പറഞ്ഞു? ഞാൻ വീടുമായിട്ട് എന്താ കറ്റം? ഈ വീടുമായിട്ട് ബന്ധമൊന്നുമില്ലേ? എന്തുകൊണ്ടായിരിക്കും? ബന്ധമില്ല. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ബന്ധമില്ലാത്തൊരു ഇവിടെ നിൽക്കാൻ പറ്റുമോ? വീടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നേ. ഒരു ഐശ്വര്യവും ഇല്ലാത്തൊരു ജീവിതം. അതിനാ പറ്റി? അമ്മ വരാതെ കിടക്കുമായിരുന്നോ? അമ്മയോ? അമ്മയ്ക്ക് ഇച്ചിരി മേലാഴിയൊക്കെ ഉണ്ടായിരുന്നു. മരിച്ചു പോയോ? അമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഇതെവിടെയാ? നിൽക്കുന്നു മുമ്പിൽ നിൽക്കുന്നു, മുമ്പിൽ ചെവിയിലൊക്കെ പിടിച്ചോണ്ടിരിക്കണം. അമ്മയുടെ കാര്യമാണ് ഇവിടുത്തെ അമ്മ. ഇവിടുത്തെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞേ. എൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞേ. എൻ്റെ അമ്മയെ മുമ്പിൽ നിൽക്കുന്നത്. നീ കിടക്കാൻ പോവാണോ? ബന്ധവും ഇല്ലല്ലേ? എൻ്റെ കട്ടിലും കെട്ടി എൻ്റെ കൂടെയാ ഞാൻ കിടക്കുന്നത്. എൻ്റെ കൂടെ അല്ലേ, അതല്ല കിടക്കണ്ടേ. ഞാൻ പാല് മേടിച്ചോണ്ട് വരട്ടെ. പാല് മേടിച്ചോണ്ട് വരട്ടെ. പാല് മേടിക്കാൻ പോവാ. ഇവിടെ വല്ലവരും ഉറക്കാനുണ്ടോ? പിന്നെ ആരാ? ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അമ്മയുണ്ടോ? അമ്മയില്ല, മരുമകളുണ്ട്. മരുമകളല്ലേ? കെട്ടിക്കൊണ്ട് വന്നോ? പള്ളിയിൽ പോയേക്കുമല്ലേ? പള്ളിയിൽ പോയേക്കുവാ. ഇപ്പൊ ഉണ്ടാക്കി തരും. ചായ കിട്ടണ സമയമായി, അതാണ് അല്ലേ? പിള്ളേരുണ്ടോ? പിന്നെ അവർക്ക് പിള്ളേരില്ലേ? ചായയുടെ സമയം ആയി. പള്ളിയിൽ പോവോ? എല്ലാ ദിവസമൊന്നും ഇല്ല. എല്ലാ ദിവസവും പോയാൽ ഇവിടുത്തെ പരിപാടി നടക്കുമോ? ഇവിടുത്തെ ചാച്ചന് ഇപ്പം ഇല്ല. അമ്മ മാത്രമേ ഉള്ളൂ. മക്കളില്ലേ? മക്കളൊന്നല്ലേ ഞാൻ നിൽക്കുന്നേ. ഒന്നാ നിൽക്കുന്നേ. ഇളയ മകനാ നിൽക്കുന്നേ. മക്കൾ വേറെ പോയോ? എല്ലാരും വേറെ പോയി. രണ്ടുപേര് പോയോ? അപ്പൊ എത്ര പേരാ? 3 ആണുങ്ങള്. എന്റെ കട്ടിലും പെട്ടി വയ്ക്കുക. അതെ. ഇച്ചിരി നേരം കൂടെ കിടന്നോ? ഇച്ചിരി നേരം കൂടെ കിടന്നോ? കിടക്കാൻ പോകാല. ശ്വാസം മുട്ടുക. ഇച്ചിരി നേരം കിടക്ക്. ഇപ്പൊ മുട്ടലൊക്കെ മാറും. ഇച്ചിരി നേരം പോലും ഒന്നും ചെയ്യാനും വേണ്ട. എന്നാ ചെയ്യുന്നേ ഇവിടെ? കണ്ണ് അകലെ അറിയത്തില്ല. പിന്നെ കണ്ണറിയാൻ വരാ. ചായ കുടിക്കണ സമയമായി. ചായ കിട്ടിയില്ല, അതാണേ. ഒരു പള്ളിയിൽ പോയേക്കുന്നോണ്ടേ ചായ കിട്ടിയില്ല. ജോമളെ കാണുന്നില്ല. വീട്ടിലോട്ട് പോയി. അതിന്റെ വെപ്രാളം പ്രവേശമാണ്. ഇവിടെ കെട്ടിക്കൊണ്ടോന്ന് പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടെന്നേ. അവരെവിടെ പോയിക്കോ? ഒരു പള്ളിയിൽ പോയേക്കോന്ന്. പിള്ളേരില്ലേ? പിന്നെ പിള്ളേരും ഉണ്ട്. പിള്ളേരും ഉണ്ട്. അവരൊക്കെ വലുതായോ? പഠിക്കാൻ പോകണ്ടോ? പിന്നെ എന്നെ ഇവിടെ പറ്റുമെന്ന്? അതിനാ അല്ലേ അവർക്ക് ഞാൻ അധികമാണെങ്കിൽ പിന്നെ എനിക്കിവിടെ പറ്റുമോ? അമ്മ പിന്നെ എവിടെയാ പറ്റുന്നേ? അമ്മ പിന്നെ എവിടെയാ നിൽക്കുന്നേ? എൻ്റെ വീട്ടിലോട്ട് പോകണ്ടായിരിക്കാം. അരയത്ത് പുത്തമ്പരയിലോട്ടാണോ? അരയത്ത് പുത്തമ്പരയിലോട്ടാണോ? അരയത്ത് പുത്തമ്പരയിലോട്ടാണോ പോണേ? ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അമ്മയുടെ വീട്ടിൽ തന്നെ എപ്പോഴും. ഇപ്പോഴും ഇന്നാള് വരെ. ഇന്നാളല്ല, ഇപ്പോഴും. ഇപ്പൊ ഇരിക്കുന്നത് ആ വീട്ടിൽ തന്നെയാ. വേറെ ഏത് വീടാ? സ്വന്തം വീടാണോ?
വേറെ ഏത് വീടാ? സ്വന്തം വീടാണോ? ജനിച്ച വീടാണോ? അരയത്ത് പുത്തമ്പര. അരയത്ത് പുത്തമ്പര ജനിച്ച വീടല്ലേ? അവിടെ വല്ലവരും ഉണ്ടോ? അവിടെ നോക്കാൻ ആരുമില്ല. അവിടെയുള്ളവരൊക്കെ അവിടെ പോയി. അവരുള്ളവരൊക്കെ വേറെ പോയി. പുറത്തേക്കാണ്. പുറത്തേക്കില്ല, അവിടെ വട്ടത്തിലൊക്കെ താമസിക്കുന്നുണ്ട്. നീ വരികയല്ലേ? വരും. വരുമോ? പിന്നെ ജോലിക്ക് പോയതാ. ജോലിക്ക് പോയതാ. അതും പണം ഉണ്ടാക്കാൻ പോയി. പണം ഉണ്ടാക്കണ്ടേ? എല്ലാം നടക്കുവോ? ആർക്കെങ്കിലും സഹായം ചെയ്യുമോ? പിന്നെ സഹായമൊക്കെ ചെയ്യും. മക്കളൊക്കെ എന്നാ പ്രായമായി? മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പഠിക്കുവാണോ? എല്ലാവരും പഠിക്കുക. ജോലിക്കാരുണ്ടോ? ജോലിക്കാർ 1-2 പേരുടെ മക്കൾ ജോലിക്കാരുണ്ട്. 1-2 പേരുടെ മക്കള് ജോലിക്കാരുണ്ട്. അവര് എത്ര പേരാ? അവർ 5-6 പേരില്ലേ? ആണുങ്ങൾ? ആണുങ്ങൾ 5-6 പേരുണ്ട്. 5-6 പേരുണ്ട്. ഇതെല്ലാം ഒരു സ്ഥലത്താണോ കിടക്കണം? അല്ലല്ല, സ്ഥലം മാറിയാണോ കിടക്കണം? സ്ഥലം മാറി മാറി കുറച്ച് പേര് അടുത്ത്. യോജിപ്പായിട്ടാണോ പോണേ? യോജിപ്പൊന്നും വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ലാതെയാ പോകുന്നത്. ഇവരെ പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ആയിട്ട് യോജിപ്പാണോ? പിന്നെ വേറെ പോയില്ലേ? പിന്നെ വേറെ പോയേക്കുവാ. ഇല്ലേ? പോയേക്കുവാന്നേ. ഇപ്പൊ എത്ര പേര് പോയി? എല്ലാരും വേറെ പോയി. പോയോ? എത്ര പേരുണ്ടാവേ? 5 പേര്. ആണുങ്ങളോ? പെണ്ണുങ്ങളോ? പെണ്ണുങ്ങൾ ഒരാള്. ഒരാളോ? അവളെ കെട്ടിച്ചു വിട്ടില്ലേ? അവളെ കെട്ടിച്ചു വിട്ടു. അവളെ കെട്ടിച്ചു. അവിടെ മകനെ കെട്ടിച്ചു. അവളെവിടെയാ? അവള് മാനമട്ടം. മാനമട്ടത്ത് കെട്ടിച്ചിരിക്കണ? അവിടെയാണോ? പ്രായമില്ലേ? ഇവിടെ അമ്മയുടെ മകളുടെ പ്രായം. അമ്മയുടെ മകളുടെ പ്രായം. പിള്ളേരുടെ? പിള്ളേരൊക്കെ ഉണ്ട്. എത്രയുണ്ട്? 3 പിള്ളേര്. ഇതൊക്കെ പഠിക്കുമായിരിക്കും. ഒരാളെ കല്യാണം കഴിച്ചു. എല്ലാരും ജോലിക്കാരാ. അവനൊക്കെ ജോലിയുണ്ടോ? ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. അവരെ വീട്ടുപേരെന്നാ പറഞ്ഞ? കുരിശുമൂട്ടിൽ. കുരിശുമൂട്ടിൽ. അങ്ങനെയാണോ? സ്റ്റോറിൽ പാൽ മേടിക്കാൻ പോവാണ്. അമ്മ രാവിലെ ചായ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ കാണാത്തതുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ്. ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ആണെങ്കിൽ എളുപ്പത്തിൽ അങ്ങ് ഷോർട്ട് കട്ടായിട്ട് ചാടാം. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി വരണം ജംഗ്ഷനിൽ കൂടെ. ഇതാകുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ടിങ്ങി പോരാം. ആണ് സൊസൈറ്റി. എന്നാണ്ട് വിശേഷമൊക്കെ? അപ്പോൾ നമ്മുടെ ചേട്ടൻ സ്ഥിരമായിട്ട് നമ്മൾ പാല് കൊടുത്തോണ്ടിരുന്ന ചേട്ടനാണ് കേട്ടോ. ഇപ്പം നമ്മളാരാ പാല് മേടിക്കുവാണ്. ഓക്കെ, പോയോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ബാബു ചേട്ടൻ്റെ വീട്. എണ്ണ ഉണ്ടാക്കുന്ന വീടാണ്. വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. അത് പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ പാലും മേടിച്ചിട്ട് പിന്നെ വഴിക്ക് പത്രം ഉറപ്പുണ്ട്. പത്രം അവിടെ കൊണ്ടിട്ട് പിന്നെ ചേട്ടൻ്റെ തൊടി മാവൊക്കെ പോത്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര കൃഷിക്കാരനൊക്കെയാണ് കേട്ടോ. ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാണ് ഇവിടെ കൃഷിയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. എവിടെ? എങ്ങും പോണില്ല. ഇല്ല, ഞാൻ പാല് മേടിച്ചോണ്ട് വന്നല്ലേ. പാല് മേടിച്ചോണ്ട് വന്നതല്ലേ. ഇവിടെ സ്റ്റോറില്. നമ്മുടെ സൊസൈറ്റി ഇവിടെ അപ്പുറത്ത്. ഇല്ല, നമ്മുടെ സൊസൈറ്റി എന്നല്ലേ മേടിച്ചേ. വീട്ടിലിവിടെ ആർക്കും പാലില്ലല്ലോ. വീട് വഴി ഇവിടെ ആർക്കും പാലില്ല. സൊസൈറ്റിയില്ല. ഇവിടെ അടുത്തെങ്ങും ആർക്കും പാലില്ല. കന്നാലി വളർത്തൊക്കെ കുറവായപ്പം. നമുക്കിവിടെ ഉണ്ട്.
ഉണ്ടോ? പിന്നെ നമ്മുടെ പശുവിനെ തൊഴുത്തിരിക്കുന്നത് അമ്മ എപ്പോഴും നോക്കണമല്ലേ? നമ്മുടെ പശുവിനെ അമ്മ ജനലിൽ കൂടെ എപ്പോഴും നോക്കണമല്ലേ? ആ അങ്ങനെ ചെരുപ്പ് ഊരാ ഇറക്കണേ. ചെരുപ്പൊക്കെ ഇട്ടാണ് ഇറക്കണേ. ഇല്ല ഇല്ല, അതിന് ചെനയാ. ചെനയുണ്ടോ? ആ നേരത്തെ പോലെ പശുയില്ലാന്നോ? പിന്നെ നേരത്തെ പോലെ പശു ഉള്ളതല്ലേ? അമ്മയ്ക്ക് പശു വേണമായിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ പശു എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. 27 ആ 23 ആ 23 അതെ. 23 കലണ്ടറല്ലോ? കലണ്ടറല്ല, എഴുതി വെച്ചേക്കാം. ആ 23 അത് ഡേറ്റ് ഇല്ലേ മൊത്തം? തലവേദന. പിന്നെ രാവിലെ എന്തുണ്ട്? ചായ കുടിക്കാഞ്ഞിട്ടാ? ചായ കുടിക്കാഞ്ഞിട്ടാണോ? ഞാൻ രാവിലെ കുടിച്ചിരുന്ന എനിക്ക് തോന്നുന്നു. ആ രാവിലെ കുടിച്ചില്ല, ഉണ്ടാക്കിയില്ല. അവർ പള്ളിയിൽ പോയോണ്ട് ഉണ്ടാക്കിയില്ല. അമ്മയ്ക്ക് മേലാത്തോണ്ട്. അമ്മയ്ക്ക് മേലാത്തോണ്ടാണോ? അമ്മയാണോ ചായ ഉണ്ടാക്കി തരുന്നേ? ചായ ഉണ്ടോ? ആ അമ്മയൊന്നും അല്ല. പിന്നെ ഞാനാണോ? ആ എന്നിട്ട് ഇടാത്ത തന്നെ. ചാച്ച കുടിക്കാൻ ആരുമില്ല. ആ ആരും കുടിക്കാനില്ല, അതാ ഇവിടെ ഉണ്ടാക്കാത്ത. അമ്മയും ജോമോളും മാത്രമേ ഉള്ളൂ. ജോമോള് വന്നാൽ കുടിക്കണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ. കൊതുക? രാവിലെ കൊതുകൊന്നുമില്ല. ചായ കുടിക്കാത്തതിൻ്റെ വായ്പോട്ടാ. വഴക്കുണ്ടാക്കിയോ? എന്നാ എന്നാ എന്നാക്കിയേ? ഞാനൊക്കെ പോയപ്പോന്നും കുഴപ്പമില്ലായിരുന്നു. ചായ കുടിക്കാഞ്ഞിട്ട്. ആ ചായ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പള്ളിയിൽ പോയതാ. നമ്മൾ ചായ കുടി ഇല്ലല്ലോ. ചായ കുടി ഇല്ല. ചായ കുടി ഇല്ലെന്നേ. ഇല്ല ഇല്ല. ആ പാതിരായ്ക്ക് കുളിക്കാൻ ചെല്ലാം. പാതിരായിക്കോ? പാതിരായോ? പിന്നെ പാതിരായ്ക്ക് ഇപ്പൊ പാതിരായൊന്നും അല്ല. ഇപ്പൊ പാതിരായൊന്നും അല്ല. തലവേദന. പാതിരായൊന്നും അല്ലെന്ന്. പാതിരായേ പാതിര അല്ലെന്ന്. രാത്രി. രാത്രി അല്ല, ഇപ്പൊ പകലാ. പിന്നെ പുറത്തോക്കി നോക്കിയാ വെയില് കണ്ടില്ലേ? ഇന്ന് നേരം വെളുത്താണ്. ഇന്നെന്താ നേരം വെളുത്തല്ല? ഇന്ന് നേരം വെളുത്തല്ലേ? ഇന്ന് രാത്രിയാ. ഇപ്പോഴോ? ഇതൊക്കെ ഈശോ എല്ലാം തൃപ്തിച്ചേക്കണം അറിയാം. പിന്നെ ഇനി വർഷം പോയി കിടക്കാമോ? ഈശോ സൃഷ്ടിച്ച രാത്രിയാണെങ്കിൽ ഇനി സമയം കിടക്കുക 3-4 മണിക്കൂർ. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് കിടക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണം. അതിനേക്കാൾ ഞങ്ങൾ പോവുക. കുളിച്ചിട്ട് നമുക്ക് സ്ഥലം വരെ പോകാം. അമ്മേനെ കൊണ്ടുപോകണം. ഞാൻ പോകുന്നില്ല. ഇല്ല ഇല്ല, അമ്മേനെ കൊണ്ടുപോകണം. അമ്മേനെ തന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അമ്മയുടെ വീടില്ല, അരയത്ത് പോവാനാ. അമ്മയുടെ വീട്ടിൽ പോവാനാ. എന്റെ വീട് എവിടെയോ? അരയത്താന്ന് അമ്മ പറഞ്ഞില്ലേ, കുറുപ്പന്തറല്ലേ? അത് അവിടെ കുറുപ്പന്തറയ്ക്കൊന്നും പോകണ്ട. ഇല്ല, അമ്മ എപ്പോഴും പറയണോ ഇത് കുളിച്ചിട്ട് പോകണം. ശിവാപൂരത്തിന് പോകണ്ട. ആഹാ, ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? ഇതൊക്കെ അപ്പൊ അടവാ. അവിടെയാ. വാ വാ, എവിടെയായാലും പോയേക്കാം. എണ്ണ നല്ല വെക്കട്ടെ. ഇന്ന് കുളിക്കൊന്നുമില്ല. അല്ല, ഇന്ന് ഉറങ്ങുമൊന്നുമില്ല. ആര് പറഞ്ഞു ഉറങ്ങിയാലെന്ന്? വസ്ത്രം മാറാനില്ല. വസ്ത്രമൊക്കെ മാറാൻ ഞാൻ ഉണ്ടായി ഇട്ടിട്ടുണ്ട്. വാ, എല്ലാം അങ്ങ് ചുമ്മാ പറഞ്ഞേക്കാ. ഇതൊക്കെ എന്നതായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആഹാ, ഇപ്പൊ പുതപ്പൊക്കെ വേണം അല്ലേ? നോക്കി, നേരത്തെ പുതപ്പെടുത്ത് എറിഞ്ഞോണ്ടിരുന്ന ആള് ഇപ്പം പുതപ്പ് കൊടുത്തു. പുതപ്പ് രാവും പകലും പുതച്ചേക്കുവാ. എത്ര കൊല്ലായിട്ടോ ഞാൻ അല്ല ചോമീന് സാവും ഉണ്ടായ കാലം. സാബു ഉണ്ടായ കാലമുള്ള പുതപ്പാണത്. അപ്പൊ സാബു ഉണ്ടായ കാലത്തെ പുതപ്പാണെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ട് വേറെ ഒരു പുതിയ പുതപ്പ് മേടിക്കാം. ഇപ്പൊ ഒന്നും വേണ്ട. വാ വാ വാ, ഇപ്പൊ ഇതെ കൊണ്ടൊക്കെ ഞാൻ വാ വാ ശരിക്കും. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം, ചൂടുവെള്ളം. അതുമില്ല എന്തോയില്ല. ഇനി പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉറങ്ങിയില്ല. അതിനാ ഉറങ്ങാത്ത? നമ്മള് പോവല്ലേ? നാളെ 10 മണിയാകുമ്പോഴത്തേനും കുടിച്ചാൽ മതി. നാളെ 10 മണിയോ? പോവല്ലേ, അതുകൊണ്ട് അമ്മ ഉറങ്ങിയാലാത്തത്. മനസ്സിലായോ? അമ്മയുടെ ഒരു മടി, കുളിക്കാനുള്ള മടി. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? എന്താ ഇങ്ങനെയൊക്കെ? മടിയാണല്ലോ കുളിക്കാൻ. മടി എന്നാ ഉച്ചയായതല്ലേ ഉള്ളൂ.
ആ അമ്മയ്ക്ക് സമയം അറിയത്തില്ലാത്തോണ്ടല്ലേ. ഈ ഓർക്കാൻ പനിയായി ആര് പറഞ്ഞ്? അതൊക്കെ അമ്മയുടെ തോന്നലാ. ഊരിക്കോ, പിടിച്ചോ, ഇവിടെ പിടിച്ചോ. നീ വീണല്ല ചൂടണ്ട മതിയാ. ഒരു പൊട്ടിപ്പോയി എവിടുത്തെ കാലിന്റെ ഭക്തിയില്ല ചോദിച്ചത് പറഞ്ഞിട്ട് ആള് കുറയും. ആ കുളിക്കാഞ്ഞിട്ടാ. ആള് കുറഞ്ഞ ഞാൻ കുളിക്കുമ്പോ എന്നും ആഴ്ചയിൽ ഒന്നും രണ്ടെങ്കിലും കുളിക്കും. ആഴ്ച രണ്ടൊക്കെ പണ്ട് വിളിച്ചോണ്ടിരുന്നാ. തീരെ ചുരുക്കും ആഴ്ച ഒന്നാ. അല്ലെങ്കിൽ ഒന്ന് വെച്ച് കുളിക്കും. അതേ പറ്റിയല്ല പാത്രത്തെ അതേ ഇരിക്കണേ അതമ്മ തൂത്തതാ. കൂട്ടത്തേക്കാൻ ആ മെഴുക് ദേഹത്ത് ഇറങ്ങിപ്പോയി മെഴുകെല്ലാം കൂടെ. അതേ പിടിക്കേണ്ടത് ഇവിടെ വന്ന് പിടിക്കാൻ. തെന്നി വീഴും. കണ്ണടച്ചോ കണ്ണടച്ചോ. ആ സോപ്പിടുന്നില്ല, കണ്ണടച്ചോ. മുഖത്താ സോപ്പിടുന്നത്. എന്നാ സോപ്പ് മുഖത്ത്. അമ്പലം വിട്ടുപോയി പോവൻ പോവാ. നാളെ ഉറങ്ങാൻ ഇന്ന് പോവാനാ. അമ്മേനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. എന്റെ വീട്ടിൽ എന്റെ വീട്ടിലാരുമില്ല. അമ്മയുടെ വീട്ടിൽ ആരും ഇല്ല. പിന്നെ രാവിലെ എന്ന് ഇപ്പൊ വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞ് പറ്റിക്കണേന്നാ. എവിടെ? അമ്മക്ക് വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞു. വീട്ടിലെ ഞങ്ങളുടെ വീട്ടിൽ ആ അവിടെ കൊണ്ട് ആക്കിയേക്കാം. ഒരു വീട്ടിലെ ആ അവിടെ കൊണ്ട് ആക്കിയേക്കാൻ പോവാ. ഇവിടെ നിന്നാ ശരിയായില്ല. ഇവിടെ ഞങ്ങളായിട്ട് പറ്റിക്കുക. വീട്ടിൽ പോണം എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറയണത്? വേറെ പോണില്ല. വേണ്ട പൊക്കോ. ഇവിടെ നിൽക്കട്ടെ. ഒരിടത്ത് പോയി ഇനി ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കണ്ട. പൊക്കോ. രാവിലത്തെ എന്റെ വീട്ടിലോ എന്റെ വീട്ടിലാണെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് ഓരോന്നും ചെയ്ത് പനിയാകാൻ പറ്റും. ആഹാ എത്ര വർഷമായി. എന്നാ തിരിച്ച് വീട്ടിൽ കയറ്റിയേക്കാം കേട്ടാ. വീട്ടിലോട്ട് കയറ്റുക. വീട്ടിൽ കയറ്റാനും കയറ്റില്ലേ ആവശ്യപ്പെടുന്നു. ഇന്ന് വീട്ടിൽ കയറ്റുക. ആവശ്യമാണെങ്കിൽ പോവാ. ഇല്ല വീട്ടിൽ പോക്കോ. ഇന്ന് പൊക്കോ. ജോമനോട് പറഞ്ഞിട്ടുണ്ട്. ജോമൻ കൊണ്ടേ ആക്കും. അല്ലെങ്കിൽ പോവുകയില്ല. ജോമോനെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ജോമനോട് കൊണ്ടേ ആക്കിയേക്കാൻ. വണ്ടി കാറിന് പോണോ ഓട്ടോയ്ക്ക് പോണോന്ന് പറഞ്ഞാൽ മതി. എവിടെയാ ഏതിനാ പോണ്ടേ? ആ വേഗം എടുക്കാനുള്ളതൊക്കെ എന്തെങ്കിലും എടുത്തോ. പെട്ടിയോ കട്ടിലോ എന്നാന്ന് വെച്ചാൽ എടുക്കാനുള്ളതൊക്കെ എടുത്തു. അത് പൊക്കോ കേട്ടാ. അത് ഞാൻ താത്തി തരാം. വേഗം പൊക്കോ. വീട്ടിലോട്ട്. സ്ഥിരമായിട്ട് പോവാ. ഒരു ദിവസത്തേക്കല്ല. ഒരു ദിവസത്തേക്ക് അവരൊക്കെ പിള്ളേരൊക്കെ ചെല്ലുന്നല്ലോ അവിടെ. എവിടെ? അവരൊക്കെ പോയി എവിടെ? വീട്ടിലോട്ട്. അതാണോ വീട്? ഇവിടെ അതാണോ വീട്? ഇങ്ങോട്ടാ പോയത്. ഇവിടെ അതെ പോയത്. അവര് ആ വീട്ടിൽ പോയല്ലോ. ആ വീട്ടിൽ പോകാം. ആ വീട്ടിൽ പോകാം. അവിടെ അപ്പൊ പോണോ? നമുക്ക് പോകാം. പാ ഇല്ല രാത്രി ഇല്ല പകല. അപ്പൊ ആ ചെറുക്കൻ ഇങ്ങോട്ടെ. എൻ്റെ ചെരുപ്പ് ഇങ്ങോട്ട് കൊണ്ടോട്ടെ. നമുക്ക് അവിടെ പോകാം. അവിടെ പോകുന്നോണ്ടൊരു കുഴപ്പം. അന്ന് അവിടെ പോയി നാക്കിയൊക്കെ കളിയൊക്കെ കാണാൻ നോക്കുന്നു. അവിടുന്ന് രാത്രി അവരെ ഉറക്കുകയില്ല. ആ പിള്ളേരെ ഉറക്കിയല്ല, ചേച്ചീനെ ഉറക്കിയല്ല, ആരെ ഉറക്കിയല്ല. അതിനാ എനിക്കറിയത്തില്ല. അമ്മയ്ക്കല്ല അറിയത്തുള്ളൂ. ആ ഒരു അമ്മയുണ്ട്. ആ അമ്മ ഉറക്കിയല്ല അവരെയൊന്നും. അതിനാ എന്നാന്ന് എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞോ? ആ അമ്മ പറഞ്ഞു. ആന്നേ എന്നാ പോവാം. അമ്മയ്ക്ക് എന്നാ അസുഖമാണ്? എനിക്കറിയില്ല. അവിടെ കിടന്ന് ഉറക്കം വരികയാണെന്ന്. അതാ അതിന് മരുന്ന് ചെയ്യണം. മരുന്ന് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അതിനൊന്നും മരുന്ന് ചെയ്യേണ്ട കാര്യമില്ലെന്ന്.
എല്ലാം മരുന്ന് ചെയ്യണം ഉറക്കത്തിന്. ശരീരത്തിൻ്റെ ഇറങ്ങിക്കോ, ശരീരത്തിൻ്റെ അസ്വസ്ഥത ഇറങ്ങിക്കോ, പോയിട്ട് വാ കേട്ടോ, പോയിട്ട് വാ. സാവിച്ചേട്ടാ എവിടെയുണ്ട്? ചെല്ലാൻ പറഞ്ഞാരാ? സാരമില്ല, പൊപ്പം പോയിട്ട് വരും. ഏ അവര് പറഞ്ഞായിരുന്നു ചെല്ലാൻ. അമ്മയുടെ മക്കളൊക്കെ ഇല്ലേ, അമ്മയുടെ കുറെ മക്കളുണ്ട്. അവര് പറഞ്ഞു അമ്മേനെ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അവനെന്തി അവന് പാല് പിടിക്കാൻ പോയി. ഞാൻ വന്നിട്ട് വരും. എന്നാ അവിടെ നിൽക്കി. ഉണ്ടോ? അമ്മയുടെ കുഴപ്പം ഇതുവരെ പോയിട്ടില്ല. ആരുടെ വീടാ അത്? ഇത് ആരുടെ വീടാ? അത് ആരുടെ വീടാ? അത് എൻ്റെ ചേച്ചിയുടെ. ഏത്? അതോ? കണ്ടാ, എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ. ചേച്ചിയുടെ വീടാണത്? ചേച്ചിട്ടല്ലേ ഇങ്ങോട്ട്? ആ, ഇങ്ങോട്ടോ? ചേച്ചീനാണോ ഇങ്ങോട്ട് ഇട്ടിച്ച് വിട്ടാണേ? ഒന്ന് കൊണ്ട് കൈ പിടിച്ചങ്ങോണ്ട് പാലാണോ? അവിടെ വരെ കൊണ്ട് ആക്കിയിട്ട് വാ. പാലാണോ? എടാ ഇനി വരാനേ. അതിനാ ഇപ്പം കൊണ്ടുപോണേ? പാല് മേടിച്ച സ്റ്റോറിൽ നിന്ന് മേടിച്ചല്ലേ? സ്റ്റോറിൽ നിന്ന് മേടിച്ചാന്ന്. ഞാൻ അവിടെ വരെ കൊണ്ട് ആക്കി തരാം. ആ, എൻ്റെ ചെരുപ്പില്ല, ഞാൻ ചെരുപ്പ് എടുത്തിട്ടില്ല. ആ ചെറുക്കൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയോണ്ട് ഇവാൻ. അമ്മയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ദയവായി ലൈക്ക് ചെയ്യുക.